അനുമോളും ആദിലയും നൂറയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ പറഞ്ഞു തീർക്കാണ്. ആ സമയത്ത് ആദില നൂറ പറയുന്നുണ്ട്, നീ എന്താണ് ഞങ്ങൾ നിൻ്റെ ഫ്രണ്ട്സ് ആയത്, എന്ത് കണ്ടിട്ടാണ് നിൻ്റെ ഫ്രണ്ട്സ് ആയെന്നാണ് നീ പറയുന്നത്. അപ്പം അനുമോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്നെ PR-ൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ പലരും വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതേ കാര്യം തന്നെ പറഞ്ഞ് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചപ്പോൾ ആ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, അതിനകത്ത് ഞാൻ വേറൊന്നും മീൻ ചെയ്തിട്ടില്ല. പക്ഷേ അപ്പം നൂറ പറയുന്നുണ്ട്, ഞങ്ങളിത് ഓർത്ത് വിഷമിച്ച് അവിടെ മാറിയിരുന്ന സമയത്ത് ഷാനവാസിക പറഞ്ഞു, നിന്റെ ഫെയിം കണ്ടിട്ടാണ് ഞങ്ങൾ നിന്റെ കൂടെ കൂടിയത് എന്നുള്ള രീതിയിലാണ് നീ പറഞ്ഞത് എന്നാണ് ഷാനവാസിക പറഞ്ഞത്. അപ്പോൾ അനുമോൾ പറഞ്ഞു, കണ്ടില്ലേ, ഇതേപോലെ കുതിത്തിരിപ്പുണ്ടാക്കാൻ ഒരുപാട് പേര് കാണും, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ. അപ്പം അതിൽ പറയണം, ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഒരിക്കലും നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും പറയരുത് മോളെ, എനിക്ക് ഓരോരുത്തരെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്തെല്ലാം കാര്യമുണ്ടെന്ന് അറിയാമോ, എനിക്ക് അക്ബറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പുറത്തെ കാര്യങ്ങളുണ്ട്, ഞാൻ ഒരിക്കൽ പോലും അത് എടുത്തിട്ടില്ലല്ലോ. നിങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി അത് പറയാറില്ല. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ മാറിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ വരുന്ന സമയത്ത് ഷാനവാസിക്കയ്ക്ക് എപ്പോഴും ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ചൊറിച്ചിലാണ്, ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയാണ് പെരുമാറുന്നത്. ഷാനവാസിക്ക അപ്പോൾ അതിലൂടെ പോകുന്നുണ്ട്, അത് കേൾക്കുകയും ചെയ്തു, എന്തൊക്കെയോ പറഞ്ഞിട്ട് ഷാനവാസിക്ക എന്നിട്ട് തിരിച്ചും പോയി. അപ്പോൾ അനുമോൾ പറഞ്ഞത്, ഷാനവാസിക്ക കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. അതിനുശേഷം ആദില നൂറ പറയുന്നത് കുറച്ച് ഒരു വിചിത്രമായിട്ട് തോന്നി കേട്ടോ. നിന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ദേഷ്യം വന്നിട്ടാണ്, ദേഷ്യം വന്നാൽ ഞങ്ങൾ വായി തോന്നുന്നത് വിളിച്ച് പറയും, പക്ഷെ നീ പറഞ്ഞത് ദേഷ്യം കൊണ്ട് മാത്രമാണോ, റിയലായിട്ടാണോ? അപ്പോൾ അനുമോൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് വിഷമം തോന്നി, അപ്പോൾ എനിക്ക് തോന്നിയത് ഞാനും പറഞ്ഞു, അത് റിയലായിട്ട് തന്നെ പറഞ്ഞതാണ്, അങ്ങനെ നീ പറയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് ദേഷ്യം വന്നാൽ ഞങ്ങൾ തോന്നുന്നത് പറയും, പക്ഷെ നീ ദേഷ്യം വന്നാൽ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാൻ പാടില്ല കേട്ടോ എന്നുള്ള രീതിയിൽ രണ്ടുപേരും കൂടെ അനുമോളെ ഇട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അനുമോൾ എന്തൊക്കെയോ അനുമോളുടെ കുടുംബകാര്യങ്ങളും പിന്നെ പാത്രം കഴുകാത്തതിൻ്റെ കാര്യങ്ങളും ഒക്കെ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആദില നൂറ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തും പറയാം, അവരങ്ങനെ പറയും, അവരിത് മനസ്സിൽ നിന്ന് പറയുന്നതല്ല, ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ തിരിച്ച് അവരെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വേദന ഉണ്ടാക്കും, തിരിച്ചാരും ഒന്നും പറയാൻ പാടില്ല.